അപ്പോൾ നമ്മൾ ഗ്രാനി ഡൗൺലോഡ് ചെയ്തു. എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ ഗ്രാനി കളിക്കാൻ. എനിക്ക് അത്ര പേടിയില്ല. കളിക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നതാണ് കളിക്കാനായിട്ട്. ജയിക്കുന്ന ഉറപ്പില്ല, പേടിയിട്ട് വയ്യ. വീഡിയോയിൽ കാണുമ്പോൾ ഇത്രയും പേടിയില്ല, പക്ഷെ ഇപ്പോൾ ഒരു പേടി. അതുകൊണ്ട് നമുക്ക് ബെഡിൻ്റെ അടിയിൽ ഫുള്ള് ഒടിച്ചേക്കാം. ഗ്ലാസ് താഴെ വീഴ്ത്താം. നമ്മൾ ഗ്രാനി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ അടിയിൽ പോയിരിക്കാം. അവിടെ ഒരു ഗ്ലാസ്. അതാ ഗ്രാനി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ആ റൂമിലേക്ക്. അപ്പോഴേക്കും നമുക്ക് വേഗം എടുക്കാം. ഈ സാധനം നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് വെറുതെ ഓരോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ താഴെ പോവുകയില്ല. ഞാൻ ഒരു പ്രാവശ്യം താഴെ പോയി, എന്നിട്ട് അപ്പം തന്നെ ഒരു ഗ്രാനിൻ്റെ കയ്യിൽ നിന്ന് ഒരു അടിയും വാങ്ങിച്ചിട്ട് വന്നു. ഗ്ലാസ് താഴെ നമ്മളെ കണ്ടു കേട്ടോ. പക്ഷെ ഗ്രാനിക്ക് ടേബിളിൻ്റെ അടിയിൽ കുഞ്ഞാൻ പറ്റില്ല. ഗ്രാനി താഴെ പോകുമ്പോഴാണ് നമ്മൾ പോകുന്നത്. ഗ്രാനി താഴെ പോയാന്നറിയില്ല. അയ്യോ, ഗ്രാനി അവിടെ തപ്പി പിടിക്കാതെ ആ സൗണ്ട് കഴിഞ്ഞിട്ട്. അയ്യോ, ട്രാപ്പ് വെച്ചു. അത് ഒരു എലിനെ പിടിക്കണ പോലത്തെ ഒരു ട്രാപ്പ്. ഗ്രാനി അവിടെ പോയിന്ന് എങ്ങനെ അറിയാം? കാണാൻ പാടില്ല ഗൈസ്. ഓ, ചാർജും പോയി. അയ്യോ, ഈ ഗ്രാനി ഗ്ലാസ് ഗ്രാനിയെ നമുക്ക് പ്രാർത്ഥന പഠിപ്പിക്കാം ഗൈസ്. പെട്ടെന്നെങ്കിലും നീ എന്നെയും കൂടെ പേടിപ്പിക്കാതെ കൊണ്ടാ. നമ്മൾ അടുത്ത റൂമിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു കാർ ബാറ്ററി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ട് ഒരു സാധനം കിട്ടുന്നത്. അയ്യോ, അപ്പൊ ഗൈസ് ഫോണിലൊക്കെ വെള്ളമായി. നല്ല പേടിയായിട്ട് വയ്യ. നമ്മൾ സൗണ്ട് ഉണ്ടാക്കി. ഇതെന്താ വരാത്ത? ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് ടച്ചായില്ല ഫോണ്.
ഫോണിന്റെ ജസ്റ്റ് മിസ് അല്ലേ, ഒളിഞ്ഞില്ലെങ്കിൽ പോയേനെ. Do you want to play hide and seek? ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. അങ്ങോട്ടാണോ പോണത്? ഇറങ്ങണ്ട, ഇറങ്ങിയ നമ്മൾ ചത്തു. നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഗൈസ്. ഓരോ റൂമിൽ പോവുക, അവിടെ ബെഡ് ഉണ്ടെങ്കിൽ അതിൽ ഒളിക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാർ ബാറ്ററി അങ്ങനെയൊക്കെ കാണും. ഉടനെ വേഗം പോയിട്ട് ഗ്രാനി ഉണ്ട് അവിടെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഇപ്പോൾ എവിടേക്കാണ് പോയെന്ന് അറിയില്ല ശരിക്കും. ഞാൻ വല്ല ഹാർഡ് മോഡ് വേണം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര സ്പീഡിൽ വരുന്നുണ്ടായിരുന്നു. എന്തായാലും മെല്ലെ ഇറങ്ങ്. ആണ്ടെ ഗ്രാനി ഒന്നും കൂടി ഒന്ന് വരട്ടെ. എങ്ങനെ ഇപ്പോൾ വരിക? സാധനം കാണാനില്ലല്ലോ, സൗണ്ട് ഉണ്ടാക്കിയ സാധനം കാണാനില്ല. അത് ഗ്രാനി എടുത്തോണ്ട് പോയാ ഞാൻ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കും? മെല്ലെ ഒന്ന് ഇറങ്ങി. മെല്ലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രാനി അവിടെ കൂടെ എവിടെങ്കിലൊക്കെ വരും. അതാ ഓ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ടേനെ. നീ പറഞ്ഞ പോലെ ചെയ്താല് അതോ ഗ്രാനി ഇവിടുന്ന് വരും. അയ്യോ അത് വരുന്നില്ല, ഇത് ടച്ചാണില്ല. ആ ഓ ഭാഗ്യം. അതേപോലെ തുറക്കേ, സ്ക്രീൻ ടച്ച് ആവുന്നില്ല. ഗ്രാനി ഇവിടുന്ന് വന്നിട്ട് തിരിച്ചു പോട്ടെ. അപ്പോൾ നമുക്ക് എവിടെ പോകണം? ഗ്രാനി ഏതിൽ കൂടെയൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഫുൾ ഇരുട്ടാണ് ഗൈസ്. ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നെ പറയരുത്. ഞാൻ സൗണ്ടൊക്കെ കൂട്ടി വെച്ചത് പേടിയില്ലാത്തതുകൊണ്ടൊന്നുമില്ല. ഈ ഗ്രാനി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാട്ടൊക്കെ വരും, അത് കേൾക്കാൻ വേണ്ടിയിട്ട്. മെല്ലെ ഒന്ന് ഇറങ്ങി നോക്ക്. നീ കുറെ നേരമില്ല മെല്ലെ ഇറങ്ങി നോക്കുന്നു. അതാ കണ്ട, നീ പറയുമ്പോഴൊക്കെ ഗ്രാനി ഇങ്ങോട്ട് വരികയാണ്. ഷസിനൊന്ന് ചെറുതായിട്ട് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഡേ 2 ആയി. ഞങ്ങൾ കുറേ പ്രാവശ്യം ഗ്രാനി കളിച്ചിട്ടുണ്ട്, പക്ഷെ ഷസ് ആദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത് കണ്ടത്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമില്ല. അതന്നെ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം അവിടെയാണ്, അപ്പുറത്തുള്ളത്. അപ്പോൾ ഗ്രാനി അവിടെ പോയി നമുക്ക് പറയാൻ പറ്റില്ല. എന്താ ചെയ്യാ? കഴുതയ്ക്ക് ഗ്രാനി ഇവിടെ തുറക്കുന്നുണ്ടാവും. അതാ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇറങ്ങി എങ്ങനെ ഉണ്ടാവും? ഞാൻ അപ്പുറത്ത് നീ പോയിട്ടുണ്ട്. അയ്യോ അയ്യോ ടേബിളിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. ഈ ഗ്രാനി എപ്പോൾ വന്നാലും കാണിങ്ങനെ അവിടെ പോയി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഈ പൊട്ട ഗ്രാനി ഇപ്പൊ വന്ന് എവിടേക്കാ പോണേ? ഇങ്ങോട്ടാണെന്നാവോ പോണു. ഒരു ബാക്ക് ഡ്രോപ്പ് വെച്ചിട്ടുണ്ട്. നല്ല നടക്കുന്ന ശബ്ദം. എനിക്ക് റൂമൊക്കെ തുറക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാത്റൂമിലാണ് പോകുന്നത്.
നല്ല ശബ്ദമാണ്, അതുകൊണ്ട് നല്ല പേടിയുണ്ട് അല്ലേ? ഓരോ ഡോർ തുറക്കുന്ന ശബ്ദവും. ഡോർ തുറന്നു. എങ്ങനെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുക? മറ്റേ സാധനമാണെങ്കിൽ അത് അവിടെ ഇട്ടിട്ടും വന്നു. ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് കളി ഫുൾ അറിയാം, പക്ഷേ ഒരു തോക്ക് എടുത്തിട്ട് ഷൂട്ട് ചെയ്യും. അയ്യോ കണ്ടു. ഗ്രാനിൻ്റെ ഒരു ടേബിളിൻ്റെ അടിയിൽ പോലും ഇരിക്കാൻ സമ്മതിക്കില്ല ഗ്രാനി. എന്നിട്ട് ഒരു ചിരിയും ചിരിക്കും. ഞാൻ താഴേക്ക് പോയി തോന്നുന്നുണ്ട് ഗൈസ്. എന്താ വെച്ചത്? ഇപ്പൊ മൊത്തത്തിൽ 5-6 വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് റൂമിന്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും ബാറ്ററി വെച്ചിട്ടുണ്ട്. ബാറ്ററി ഒക്കെ പറഞ്ഞെന്താ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു എലിന് കൊടുക്കണ പോലത്തെ ഒരു സാധനം. അത് നമ്മളുടെ കാലിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗ്രാനി ആ സൗണ്ട് കേട്ടിട്ട് വന്നിട്ട് നമ്മളെ അടിക്കും. അതാണ് ട്രാപ്പ്. അയ്യോ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് നടക്കാതെ എനിക്ക് കുറച്ച് സമാധാനം വേണം. ഞാൻ ഇങ്ങോട്ടെങ്ങാനും വരുമോ? പക്ഷെ വീണ്ടും ആ റൂമിലേക്ക് പോയല്ലോ. ഞാൻ എന്താ താഴേക്ക് പോവാത്ത? നമുക്ക് ജസ്റ്റ് ഒന്ന് ബെഡിൻ്റെ അടിയിൽ പോയാലോ? ബെഡിൻ്റെ അടിയിൽ ഒളിക്കാൻ പറ്റണില്ല. പക്ഷെ എന്തൊരു കഷ്ടം. ആ സാരി കിട്ടിയെങ്കിൽ കുറച്ച് കളിച്ചെങ്കിലും ഇരിക്കും. ഇപ്പം അതുമില്ല. അതാ ഗ്രാനി നമ്മളെ വീണ്ടും കണ്ടു. ഈ ഗ്രാനിൻ്റെ ഒരു കാര്യം എന്താ, ഇവിടെ വന്ന് നിന്നിട്ട് വന്ന കാര്യം എല്ലാ ബെഡിൻ്റെ അവിടെ പോകാൻ വിചാരിച്ചു. ഗ്രാനിയുടെ കൈ നോക്ക്. ഞാൻ അടിച്ച ഒരു വടിയാണ്, അതുകൊണ്ടാണ് ചോരയുള്ളത്. ഗ്രാനി റീമേക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അത് പിന്നെ ഞാൻ ഇറങ്ങും കൂടിയില്ല ബെഡിൻ്റെ അടിയിൽ വെച്ച്. ഗൈസ് അപ്പോൾ റീമേക്കിൽ കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അല്ലേ ഷെസ? ഗ്രാനി റീമേക്ക് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഗ്രാനി റീമേക്ക് എന്താ സാധനം? അത് അറിയില്ല. ഗ്രാനിൻ്റെ വേറെ ഒരു റീമേക്ക്. ഗ്രാനി റീമേക്ക് നല്ല പേടിയുള്ള സാധനമാണ് ഗൈസ്. നമ്മൾ ഈ ഗ്രാനി ഭയങ്കര ബുദ്ധിയുള്ള ഗ്രാനിയാണ് കേട്ടോ. ആ ഗ്രാനിക്കാണെങ്കിൽ ഭയങ്കര സ്പീഡ്. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം നമ്മുടെ ചാനലിലോട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് നമ്മൾ കളിച്ചോളൂ.
കുറച്ച് ഗെയിംസ് ഒക്കെ കമന്റ് ചെയ്യണം. ഗ്രാനിയെ കൊണ്ട് തോന്നല്ലോ. അയ്യോ ഗ്രാനി ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഞാൻ പേടിച്ചു പോയിട്ടാ ശരിക്കും. ഇറങ്ങട്ടെ ഷസ ഭയങ്കര പേടിയായിട്ടോ. ഇതാ ബേ ട്രാപ്പ്. ഇതാണ് സാധനം. ഇതാ നീ പറഞ്ഞില്ലേ എന്താ ബേ ട്രാപ്പ് എന്നതാ. ഈ സാധനം നമ്മുടെ കാലിൽ കുടുങ്ങി കഴിഞ്ഞാല് ഇതാവും. കണ്ട ഈ പുറത്ത് വരെ ഇവിടെ വരെ ബേ ട്രാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പുറത്തിറങ്ങും കൂടി ഇല്ല. ഈ റൂം ഫുള്ള് ഇനി ബേ ട്രാപ്പ് ഇടും ഗ്രാനി. ഒരു അരമണിക്കൂറും കൂടി കളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ബേ ട്രാപ്പ് ഇടും ഇവിടെ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ബേ ട്രാപ്പ്. ഈ ഇങ്ങനെ തന്നെയാണോ പറയാന്ന് എനിക്കറിയില്ല. ഒന്ന് കമന്റ് ചെയ്യണേ. ചെറുതായിട്ടൊന്ന് നോക്കാൻ വിചാരിച്ചു. ഇറങ്ങാനും പറ്റൂല. അതാ വരുന്നു. ഞാൻ താഴെ ഇറങ്ങി നോക്കിയിട്ട് കൂടിയില്ല. ഓരോ ഇതില് മാത്രം കണ്ടുള്ളൂ. ഗ്രാനി നമ്മൾ പുറത്തിറങ്ങാൻ കളി തീരണം. ജയിച്ചിലേക്ക് പോട്ടെ, കളി തീർന്നാ മതി. നമ്മൾ പുറത്തിറങ്ങി ചാവാൻ പോവാണ് ഗൈസ്. അവിടെ എനിക്ക് പേടിയാണ്. നമുക്ക് ബേ ട്രാപ്പിൽ കുടുങ്ങിയാലോ? വേണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബേ ട്രാപ്പ് കാണാനില്ല ഗൈസ്. ഞാൻ കണ്ടല്ലേ പെട്ടെന്ന് ഇൻവിസിബിൾ ആയി. അപ്പൊ ഗ്രാനി പിടിക്കില്ല. ഈ ഗ്രാനിന്റെ ഒരു കാര്യം എന്നാലും നല്ല ഗ്രാനി എടുത്തു കളഞ്ഞല്ലോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ എടുത്തു കളയുന്നതാണ് അർത്ഥം. നമുക്ക് ഇറങ്ങാം ചാവാം. വേണ്ട, നമ്മൾ ഫോണ് കുറച്ച് നീട്ടി വെക്കുന്നു. നമ്മൾ ഇറങ്ങുന്നു. അത്രേ ഉള്ളൂ. നീ നോക്കല്ലേ? അയ്യോ നിന്നെ ചാവാൻ എനിക്കിഷ്ടമല്ല. പെട്ടെന്ന് പോയി ചാവാൻ ഇഷ്ടമല്ല. നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് പുറത്ത് പോയി നിൽക്കണം. പുറത്ത് പോയി ചാവാം. ടേബിൾ അടിയിലൊന്നുമില്ല, പൊടിയാണ്. നമ്മൾ പുറത്ത് പോയി ചാവാൻ പോവാണ് ഗായ്സ്. നമുക്ക് ചാവാം. അയ്യോ എങ്ങനെ കളിക്കേണ്ടത്? ഞാൻ ഈ ടീയുടെ ചാനൽ കണ്ട് ഇത് കളിക്കാനുണ്ടോ? ഇനിയും കുറെ ഹൊറർ ഗെയിംസും ഒക്കെ ഉണ്ടാവും. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഒന്ന് കമന്റ് ചെയ്യ്. ഗ്രാനി അല്ലാത്ത സമയത്തൊക്കെ വരും. ഇപ്പൊ എന്താ വരാത്തത്? ഷസ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിളിച്ചിട്ട്. അല്ലേ ഷസ? അല്ല, ആണ്. നീ എനിക്കറിയാം, നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഗ്രാനി വരുന്നുണ്ട്. നിങ്ങൾ വേറെ ബ്ലോ കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഫണ്ണാക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ നമ്മൾ ഡേ 3ലേക്ക് കടക്കാൻ പോവാണ് ഗൈസ്. ഈ ഗ്രാനി ഡേ 3 ഉണ്ട്. നമുക്ക് ബേ ട്രാപ്പിൽ പോയാലോ? സൗണ്ട് പോയിട്ട് അങ്ങോട്ട് വരികയും ചെയ്യും. വേണ്ട, ഗ്രാനി ഇവിടെ വന്നോട്ടെ, കുഴപ്പമില്ല. ഒരു ദിവസം ഫോൺ കൊടുത്തിട്ടോ. നമ്മളിപ്പോ 22 മിനിറ്റായി ഈ ഗ്രാനിനെ കാത്തിരിക്കുന്നു.
ഈ ഗ്രാനി എന്താണ് ഇങ്ങനെ? ഗ്രാനി അപ്പൊ വരുന്നില്ല. അപ്പൊ നമ്മള് വീണ്ടും ബെഡിന്റെ അടിക്ക് കഴിക്കാൻ ഇനി നമുക്ക് ഫാഷൻ്റെ അടിക്ക് എത്ര 1 മണിക്കൂർ എടുക്കും? നമുക്ക് റൂമിന്റെ പുറത്ത് പോവാട്ടോ. ഇനി ഗ്രാനി വരുന്നില്ല. നമുക്ക് ജയിക്കണം. ജയിക്കാനൊന്നും പറ്റൂല ഇതില്. ഗ്രാനി വരുന്നില്ല. സൗണ്ട് 2000 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഗ്രാനി നമ്മളെ അടിക്കാൻ വന്നത് ഗൈസ്. നമുക്ക് ഉറപ്പായിട്ട് ചെയ്യണം. ഡേ 3 ഇനി നമ്മൾ ഗ്രാനിന്റെ മുന്നിൽ പോയി നിൽക്കാൻ പോവാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗ്രാനി എങ്ങനെ ഗ്ലിച്ചായി അറിയോ ഗൈസ്? നോക്കുമ്പോ ഒരു ബുൾസൈ പോലെ ഉണ്ടായിരുന്നു കാണാൻ ശരിക്കും അല്ലേ? അതെങ്ങനെ ഗ്ലിച്ചായി അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യോ? നമുക്ക് സ്ലെൻഡറിനെ കളിക്കാം. അടുത്തത് നമ്മള് സ്ലെൻഡറിനെ കളിക്കണോ അതോ ഐസ്ക്രീം മാൻ കളിക്കണോ? കമന്റ് ചെയ്യണേ. ഐസ്ക്രീം അതൊരു ഗെയിമാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഐസ്ക്രീം മാൻ 1 കളിക്കണോ അതോ സ്ലെൻഡറിനോ അതോ സെല്ലർ 1 കളിക്കണോ എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ.